ടിക്കറ്റില്ലാതെ കപ്പലിൽ കയറാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ പോലീസുകാർ തടയുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ശരിക്കും ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർ കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപ് കാണാൻ വേണ്ടി വന്നവരായിരുന്നു. ഇവരെ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ചേത്തിലത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് ഇവരെ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് പെർമിറ്റൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഹസ്ബൻഡും വൈഫുമാണ്. ഇവർ പെർമിറ്റൊക്കെ റെഡിയാക്കി ഇവർ അഗത്തി ദ്വീപിലോട്ട് വന്ന് ഇറങ്ങുമായിരുന്നു. അങ്ങനെ അഗത്തിയിൽ നിന്ന് ഇവർക്ക് കൊച്ചിയിലോട്ട് കയറാൻ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇവരോട് സാധാരണ ഇപ്പോൾ ടിക്കറ്റ് ഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ 5 ഷിപ്പുള്ളടുത്ത് ഇപ്പോൾ ലക്ഷദ്വീപിലെ സർവീസുള്ള 2 ഷിപ്പാണ്. അതുകൊണ്ട് തന്നെ പലരും അർജൻ്റ് ആയതുകൊണ്ട് തന്നെ പലരും പല ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഇല്ലാതെ കയറുന്നവരുമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി ഇവരോട് ടിക്കറ്റ് ഇല്ലാതെ കയറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ പെർമിറ്റുകാരാണ്. എന്നിരുന്നാൽ പോലും ഇവർ ആ വ്യക്തി പറഞ്ഞത് പ്രകാരം ഇവർ ഷിപ്പിലോട്ട് ടിക്കറ്റ് ഇല്ലാതെ കയറുകയായിരുന്നു. അങ്ങനെ അമിനി ദ്വീപിൽ വെച്ച് ഇവരെ പിടിക്കുകയും അമിനി ദ്വീപിലോട്ട് ഇവരെ ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസുകാർ. എന്നിട്ട് ഇവരോട് സ്പോൺസർ ഈ ഒരു വ്യക്തി പറഞ്ഞത് അടുത്ത ഷിപ്പിൽ ടിക്കറ്റ് കിട്ടിച്ചേരാമെന്ന് പറഞ്ഞത്. പക്ഷേ ആ ഒരു ഷിപ്പിലും ഇവർക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവർ ആകെപ്പാടെ ടെൻഷൻ ആയതുകൊണ്ട് തന്നെ അടുത്തൊരു ഷിപ്പ് ഇപ്പോൾ ഈ കാണുന്ന ഷിപ്പ് വന്നപ്പോൾ ഇവർ ടിക്കറ്റ് ഇല്ലാതെ തന്നെ കയറാൻ വേണ്ടി വന്നവരായിരുന്നു. അപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫുമാണ്, കേരളത്തിൽ നിന്നുള്ളവരാണ് ഇവർ. അവർ രണ്ടുപേരും ഷിപ്പിലോട്ട് ടിക്കറ്റ് ഇല്ലാതെ കയറാൻ വേണ്ടി ശ്രമിക്കുന്ന ഇടയിൽ പോലീസ് ഇങ്ങനെ തടയുകയായിരുന്നു. പോലീസുകാരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്ക്, കാരണം അവരുടെ ഡ്യൂട്ടി കറക്റ്റ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ 2 വ്യക്തികളെ ഇവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ലക്ഷദ്വീപിൻ്റെ അവസ്ഥ ഇപ്പോൾ അത്രക്കും ആ ഒരു അവസ്ഥയിലാണുള്ളത്. കാരണം ടിക്കറ്റില്ലാതെ പലരും കഷ്ടപ്പെടുകയാണ്. ലക്ഷദ്വീപ് ഉള്ളവർക്ക് തന്നെ ലക്ഷദ്വീപിൽ നിന്ന് കേരളത്തിൽ നിന്ന് ലക്ഷദ്വീപിലോട്ടോ വരാൻ പറ്റാതെ പെട്ടിയെടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നിലവിൽ. അതുപോലെ ആ ഒരു സമയത്ത് ടൂറിസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇനിയിപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ തന്നെ റിട്ടേൺ ടിക്കറ്റ് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ മാത്രം നിങ്ങൾ ലക്ഷദ്വീപിലോട്ട് വരാൻ ശ്രമിക്കുക. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ലക്ഷദ്വീപിനെ കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് എങ്ങനെ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ആര് നിങ്ങളെ സ്പോൺസർ ചെയ്താലും റിട്ടേൺ ടിക്കറ്റ് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് മാത്രം ലക്ഷദ്വീപിലോട്ട് ഈ ഒരു സമയത്ത് വരിക. അല്ലെന്നുണ്ടെങ്കിൽ ഷിപ്പിൻ്റെ പ്രോഗ്രാമൊക്കെ റെഡിയായതിനു ശേഷം മാത്രം ലക്ഷദ്വീപിലോട്ട് വരാൻ ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ 2 വ്യക്തികളെ ഇപ്പോൾ ഈ ഹസ്ബൻഡ് വൈഫിന് ഇവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ സാഹചര്യം അങ്ങനെയാണ്. അവർ ആ ഒരു ബുദ്ധിമുട്ട് കാരണം അവരുടെ ആ ഒരു ടെൻഷൻ കാരണം കയറാൻ ശ്രമിക്കുകയാണ് ഷിപ്പിലോട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവരെ പിടിക്കുകയായിരുന്നു. കാരണം പോലീസുകാർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അവർ സമാധാന രീതിയിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഈ വ്യക്തി കുറേ പോലീസിനൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വ്യക്തിയുടെ ടെൻഷൻ കാരണം അദ്ദേഹം കുറേ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പോലീസുകാർ നല്ല രീതിയിൽ അവരോട് മാന്യമായിട്ട് തന്നെ പെരുമാറി അവർ ആ ഒരു ഷിപ്പിൽ നിന്ന് മാന്യമായിട്ട് അവരെ കൊണ്ടുപോയിട്ട് ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ ഒരു ഹോട്ടൽ, പാലത്തിൽ തന്നെ ഹോട്ടൽ കാണാൻ പറ്റും. അവരെ അവിടെ നിർത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പേടിക്കാനൊന്നുമില്ല. അടുത്തൊരു പ്രോഗ്രാം വരികയാണെങ്കിൽ അവർക്ക് ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ അടുത്ത ഷിപ്പിൽ തന്നെ അവരെ കയറ്റി വിടുന്നതായിരിക്കും. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഇനി ലക്ഷദ്വീപിലോട്ട് വരുന്നവരാണെങ്കിൽ ഈ ഒരു റിട്ടേൺ ടിക്കറ്റ് കൂടി നിങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ലക്ഷദ്വീപിലോട്ട് വരാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ലക്ഷദ്വീപിൽ ഞാൻ പറഞ്ഞ പോലെ ലക്ഷദ്വീപിൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വെറും 2 ഷിപ്പാണ് സർവീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടിക്കറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 360 രൂപേൻ്റെ ടിക്കറ്റ് തന്നെ പലരും എടുത്തു കൊടുക്കുന്നതുകൊണ്ട് തന്നെ 1000-ന് 1500-നൊക്കെയാണ് ഇപ്പോൾ വിൽക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപ് ജനങ്ങൾക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ലക്ഷദ്വീപ് ഭരണകൂടം ഇതിനൊക്കെ ഒരു പരിഹാരം കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.